ഹായ്, ഞാൻ സുബിൻ VR. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തപ്പോൾ പല ആളുകൾക്കും പല മിസ്റ്റേക്കുകളും അല്ലെങ്കിൽ ചില ഡിഡക്ഷൻസ് ഒക്കെ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്, ചില വരുമാനങ്ങൾ ചേർക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്താണ് ചെയ്യാനുള്ളത്? ഇനി നമുക്ക് ഒരു പോം വഴിയുള്ളത് റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ചാനലിന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. നമ്മൾ ചെയ്യുന്ന വീഡിയോകളെല്ലാം വരുമാനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ്. പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ഈ വെൽത്ത് ക്രിയേറ്റ് ചെയ്തത്, എന്താണ് അതിന്റെ മനഃശാസ്ത്രം എന്നതിനെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ ലോകത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും മനോഹരവും ലളിതവുമായി തോന്നിയിട്ടുള്ള ഒരു പുസ്തകമാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നുള്ള പുസ്തകം. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നുള്ള പുസ്തകം കുക്കു FM എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ ഓഡിയോ ബുക്ക് ആയിട്ട് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നൂറുകണക്കിന് പുസ്തകം കുക്കു FM-ലൂടെ നിങ്ങൾക്ക് കേൾക്കാം. കുക്കു FM ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഡിസ്ക്രിപ്ഷനിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും 50% ഡിസ്കൗണ്ട് കുക്കു FM-ന്റെ സബ്സ്ക്രിപ്ഷനിൽ ലഭിക്കും. ആ ഡിസ്കൗണ്ട് കോഡും ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ കുക്കു FM ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ കേൾക്കുക. നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേണിൽ ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ സെലക്ട് ചെയ്യുക. അസസ്മെൻറ്റ് ഇയർ 2022-23 സെലക്ട് ചെയ്യുക. ഓൺലൈൻ മോഡ് കണ്ടിന്യൂ കൊടുക്കുക. സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് കൊടുക്കുക. ഇൻഡിവിജ്വൽ കണ്ടിന്യൂ. ITR ഫോം സെലക്ട് ചെയ്യുക. ITR 1 ആണ് നമുക്ക് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. പ്രൊസീഡ് വിത്ത് ITR 1. ലെറ്റ് us ഗെറ്റ് സ്റ്റാർട്ടഡ്. ടാക്സബിൾ ഇൻകം ഈസ് മോർ ദാൻ എക്സംഷൻ ലിമിറ്റ്. കണ്ടിന്യൂ. ഇവിടെ നിങ്ങൾ ഫയലിംഗ് സെക്ഷൻ എന്നുള്ളത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഓൾറെഡി റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് സെക്ഷൻ 139(5) റിവൈസ്ഡ് റിട്ടേൺ, റിവൈസ്ഡ് ആഫ്റ്റർ ഫയലിംഗ് ഒറിജിനൽ റിട്ടേൺ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഫയൽ ചെയ്തിരിക്കുന്നതിൻ്റെ അക്നോളജ്മെൻറ്റും നിങ്ങൾ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേണും അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ടാബ് ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്ത് കിടക്കുന്നുണ്ടായിരിക്കും. എങ്കിലും ഇത് ഒന്ന് ശ്രദ്ധിക്കുക. 139(5) തന്നെയാണ് നിങ്ങൾ റിവൈസ് റിട്ടേൺ സെലക്ട് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ കൺഫേം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസുകൾ കൊടുക്കുക. ഇനി നിങ്ങൾ എന്താണോ വിട്ടുപോയത് ആ വരുമാനം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ റിട്ടേൺ ഫയൽ ചെയ്യുക. ഉദാഹരണത്തിന് നിങ്ങൾ സാലറി ആണ് നിങ്ങളുടെ വരുമാനം വരുന്നത്, നിങ്ങൾ സാലറിയുടെ റിട്ടേൺ നിങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങളൊരു ഇൻട്രസ്റ്റ് ഇൻകം കൊടുക്കാനായിട്ട് വിട്ടുപോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാലറിയുടെ ഡീറ്റെയിൽസും വരുമാനത്തിൻ്റെ ഇൻട്രസ്റ്റ് ഇൻകത്തിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒപ്പം കൊടുക്കുക. ഇനി നിങ്ങൾ ഏതെങ്കിലും ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാനാണ് വിട്ടുപോയതെങ്കിൽ ആ ഡിഡക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ റിട്ടേൺ ഫയൽ ചെയ്യുക. അതിനുശേഷം സാധാരണ പോലെ തന്നെ നിങ്ങൾ വെരിഫൈ ചെയ്തുകൊണ്ട് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.